ഇപ്പോൾ ശ്രീ PC വിഷ്ണുനാഥ് തത്സമയം. മിനിസ്റ്റർ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. മന്ത്രിയായി ചുമതലയേറ്റിരിക്കുന്നു. ആദ്യമായി മന്ത്രിയാകുന്നു, പക്ഷേ സഭയിൽ ആദ്യം ആയ ആളല്ല എന്നുള്ളത് നമുക്കറിയാം. അങ്ങ് സഭയിൽ നന്നായി തിളങ്ങിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ കേൾക്കാമോ ശ്രീ വിഷ്ണുനാഥ്? കേൾക്കാമോ? എനിക്ക് കേൾക്കാം. അപ്പം അങ്ങേക്ക് കിട്ടിയ വകുപ്പുകൾ, എല്ലാവരുടെയും വകുപ്പുകളിൽ വ്യക്തതയൊന്നും ആയിട്ടില്ല. അങ്ങ് സാംസ്കാരിക വകുപ്പ്, ടൂറിസം വകുപ്പ് ഇതൊക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? ഇത് തന്നെയാണല്ലോ, ഉറപ്പിച്ചല്ലോ ആ വകുപ്പുകൾ? ഇല്ല, ഔദ്യോഗികമായി വകുപ്പുകളെ സംബന്ധിച്ചിട്ട് ഒരു തീരുമാനം മുഖ്യമന്ത്രി ഇതുവരെ അറിയിച്ചിട്ടില്ല. അദ്ദേഹം അറിയിക്കുമ്പോൾ മാത്രമാണ് അത് ഔദ്യോഗികമായി നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുക എന്ന് മാത്രമാണുള്ളത്. അധികം വൈകാതെ തന്നെ ഒഫീഷ്യലായി അദ്ദേഹം തന്നെ നിങ്ങളെ അറിയിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കും പറയാൻ കഴിയുള്ളൂ. ഇന്ന് തന്നെ അറിയാമല്ലോ, അല്ലേ? ഇന്ന് തന്നെ അറിയാൻ പറ്റും. ഞാനാണെങ്കിൽ ശ്രീ വിഷ്ണുനാഥ്, സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് ചില ചോദ്യങ്ങൾ അങ്ങയോടെ തയ്യാറാക്കിയിരുന്നു. അതപ്പോ ഇപ്പൊ ചോദിക്കരുത്, അല്ലേ? അത് ഔദ്യോഗികമായി വരുന്നതിന് ശേഷം ചോദിക്കുന്നതാണ് അതിന്റെ ഒരു ഭംഗി. ശരി, അങ്ങനെയെങ്കിൽ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു ഭംഗി അങ്ങ് എങ്ങനെ വിശദീകരിക്കും? ഇന്ന് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് മുതൽ അവിടേക്ക് ഒഴുകിയെത്തിയ ആളുകൾ, അപ്പോൾ ജനങ്ങൾക്ക് നിങ്ങളിലുള്ള പ്രതീക്ഷ, മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനം, മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കൽ, അതൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ആദ്യ ദിവസം ഇങ്ങനെയാണ്, എല്ലാ ആഴ്ചയും മന്ത്രിസഭാ തീരുമാനങ്ങൾ ഇങ്ങനെ വാർത്താ സമ്മേളനത്തോടെ വിശദീകരിക്കുമെന്നും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകുമെന്നൊക്കെ കരുതാം, അല്ലേ? അങ്ങനെ കരുതാം. നമ്മൾ ഒരിക്കലും നമ്മുടെ മുഖ്യമന്ത്രിയെ നിങ്ങൾക്കും അറിയാം, അദ്ദേഹത്തെ നിങ്ങൾ കാണുന്നതാണ്. അദ്ദേഹം അങ്ങനെ മാധ്യമങ്ങളിൽ നിന്നും ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന ആളല്ല. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത സ്മൃതി ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവിടേക്ക് ഒഴുകിയെത്തിയ ലക്ഷങ്ങൾ നൽകുന്ന ഒരു വലിയ സൂചനയുണ്ട്. ആ സൂചന എന്താണ്? ആ സൂചന എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം എത്രമാത്രം ജനങ്ങളെ ഈ സർക്കാർ അകറ്റി നിർത്തി എന്നുള്ളതാണ്. ജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ച ഒരു രാവണൻ കോട്ടയായി സെക്രട്ടേറിയറ്റിനെ മാറ്റി. അവിടേക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ് ജനം ഇപ്പോൾ ഒഴുകിയെത്തിയത്. ഇപ്പം ഞാൻ റിപ്പോർട്ടർ TV-യുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഈ വെന്യൂവിൽ മസ്കറ്റ് ഹോട്ടലിലാണ് ഇരിക്കുന്നത്. ഇവിടെ മുഴുവൻ ആളുകളാണ്. നിങ്ങളിതിന് പുറത്തേക്ക് ഇറങ്ങി ഒരു സ്ഥലത്തേക്ക് പോവുക, അവിടെയും നിറയെ ആളുകളാണ്. രാത്രി ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് ചെല്ലുക, അവിടെയും നിറയെ ആളുകളാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പ്രതീതിയാണ്. അവരെ കാണാൻ, അവരെ കേൾക്കാൻ ഭരണകൂടം തയ്യാറാകുന്നു എന്നുള്ളത്, ആക്സസിബിലിറ്റി എന്നുള്ളത് ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിലെ രണ്ടാമത്തെ കാര്യം, സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയർത്താനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ഗ്യാരണ്ടികൾ ജനങ്ങളുടെ മുമ്പാകെ വെച്ചു. ആദ്യ ക്യാബിനറ്റിൽ തന്നെ ആശാവർക്കർമാരുടെ സമരപന്തലിൽ പോയി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ മേൽ ഞങ്ങളുടേതായ ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞു. അംഗനവാടിക്കാർ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ്, സ്കൂൾ പാചക തൊഴിലാളികൾ, ഏറ്റവും ദുർബലരായ ജനങ്ങളെ കാണുന്ന, കരുതുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് എന്ന കൃത്യമായ സന്ദേശം ജനങ്ങളിലേക്ക് ആദ്യ ദിവസം തന്നെ എത്തിക്കുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത്. ശരി ശ്രീ വിഷ്ണുനാഥ്, ഇപ്പോൾ ആളുകൾ ഒഴുകിയെത്തുന്നു എന്ന് പറഞ്ഞാൽ, ആളുകൾ ഈ ഒഴുകിയെത്തുന്ന ജനം എന്നുള്ളത് നിങ്ങളിലുള്ള പ്രതീക്ഷ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അമിത ഭാരവും നിങ്ങൾക്ക് മേലുണ്ട്. അത് നടപ്പാക്കിയിട്ടില്ലെങ്കിൽ ജനം നേരെ തിരിയുമെന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം അത്രത്തോളം വലുതുമാണ്. അതെ, അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ 5 കാര്യങ്ങളിൽ 2 കാര്യങ്ങളിലേക്കുള്ള തീരുമാനങ്ങളിലേക്ക് വരികയാണ്. ഒന്ന്, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ജൂൺ 15 മുതൽ യാത്രാ സൗജന്യവുമായി ബന്ധപ്പെട്ട തീരുമാനം അദ്ദേഹം അറിയിച്ചു. വയോജനങ്ങൾക്കായിട്ടുള്ള പ്രത്യേക വകുപ്പ് ഞങ്ങളുടെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉണ്ടായിരുന്നതാണ്. ആ കാര്യത്തിലും അത് നടപ്പിലാക്കുന്നതിന് ആവശ്യമായ നടപടികളിലേക്കുള്ള തീരുമാനങ്ങളുണ്ടായി. അപ്പോൾ ജനങ്ങളോട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ജനങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട്. അവരോട് നമുക്ക് ഓബ്ലിഗേഷനുണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ആദ്യ ദിവസത്തെ ക്യാബിനറ്റ് തീരുമാനങ്ങളിൽ നിന്ന് തന്നെ കേരളത്തിന് മനസ്സിലായിട്ടുണ്ട്. ശരി, അതോടൊപ്പം തന്നെ പറഞ്ഞൊരു കാര്യമാണല്ലോ ശ്രീ PC വിഷ്ണുനാഥ്, ഇപ്പോൾ ഈ
ധവളപത്രം പുറപ്പെടുവിക്കും. എന്താണ് ധനസ്ഥിതി എന്ന സംബന്ധിച്ചൊരു ധവളപത്രം പുറപ്പെടുവിക്കുക എന്ന് പറയുന്നത്? അപ്പോൾ ഒരു സാമ്പത്തികമായി ഇവിടെ ഖജനാവ് കാലിയാക്കിയിട്ടാണ് പോയതെന്ന് ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും പറയുമ്പോൾ മുൻ ധനമന്ത്രി അത് നിഷേധിക്കുന്നുണ്ട്. 6000 കോടി ഇവിടെ നീക്കിയിരിപ്പുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ധവളപത്രം പുറപ്പെടുവിക്കുമ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാം. എന്നാലും ഒരു സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യം എന്നുള്ളതാണ്. അത് ലോകത്താകെയുള്ള സാമ്പത്തിക സ്ഥിതിയിലെ ബുദ്ധിമുട്ട് അത് നമ്മളിൽ പ്രതിഫലിച്ച സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ KSRTCയിലെ ഈ സൗജന്യ യാത്ര എന്നുള്ളത് എത്രത്തോളം പ്രായോഗികമാകും, അതിന്റെ കാര്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷമാണോ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായതെന്ന ചോദ്യമുണ്ടല്ലോ. ശ്രീ വിഷ്ണുനാഥ്, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. അതായത് ഇവിടെ എന്തുകൊണ്ടാണ് ധവളപത്രം എന്തിനാണെന്ന് പറയാൻ കാര്യം, സ്റ്റേറ്റ് ഫിനാൻസിനെ കുറിച്ച് 2 അഭിപ്രായം വന്നു. ഒന്ന്, സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി വളരെ അപകടകരമായ അവസ്ഥയിലാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെയല്ല, സാമ്പത്തിക ആരോഗ്യം വളരെ മെച്ചപ്പെട്ടതാണ് എന്ന് ധനകാര്യമന്ത്രി പറയുന്നു. ഏത്? മുൻ ധനകാര്യമന്ത്രി. ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ നേതാവാണ്, അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പോൾ അദ്ദേഹം മറ്റൊരു അഭിപ്രായം പറയുന്നു. അപ്പോൾ ഇതിനകത്ത് സത്യം ജനങ്ങൾക്ക് അറിയണ്ടേ? ആ സത്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വൈറ്റ് പേപ്പർ എന്ന് പറയുമ്പോൾ ആരോപണവും പ്രത്യാരോപണവും ഒന്നും അല്ലല്ലോ, ഒരു ഡേറ്റകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ധനകാര്യ ഡോക്യുമെൻ്റാണ്. അത് പുറത്തു വരുന്നത് യഥാർത്ഥത്തിലുള്ള സർക്കാരിൻ്റെ ധനസ്ഥിതി എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ അറിയിക്കാനാണ്. അത് ഞങ്ങൾ ചെയ്യും. അതേസമയം തന്നെ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി നമ്മൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ച കാര്യങ്ങളെ നടത്താതിരിക്കലല്ല എന്ന ബോധ്യമുണ്ട്. സാമ്പത്തിക ധനസമാഹരണത്തിനുള്ള മാർഗം കണ്ടെത്തണം. നമ്മുടെ ഫിനാൻഷ്യൽ ധനകാര്യ വകുപ്പിൻ്റെ ഇഫക്റ്റീവ്നെസ് അത് വർദ്ധിപ്പിക്കണം. അങ്ങനെ റിസോഴ്സ് മൊബിലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഈ പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ തീരുമാനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും. മറ്റു ചോദ്യം കൂടി, ഗവർണറുമായി സർക്കാരിനുള്ള ബന്ധം എങ്ങനെയായിരിക്കും എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. മുൻ സർക്കാരിന് അതിൻ്റെ ഒരു ദുരനുഭവം ഉണ്ട് എന്നുള്ളതാണ്. മുൻ സർക്കാരിൻ്റെ കുഴപ്പമായിരുന്നില്ല, കേന്ദ്ര സർക്കാർ എടുത്ത ചില നിലപാടുകളോട് ശക്തമായി അത് പ്രതിരോധിച്ചതിൻ്റെ ഭാഗമായി ആ ബന്ധം വഷളാവുകയായിരുന്നു. ഇന്നിപ്പോൾ ചായ സൽക്കാരം ഉണ്ടായിരുന്നു, നിങ്ങളൊക്കെ നന്നായി ചിരിച്ചു പിരിയുകയും ചെയ്തിരിക്കുന്നു. നല്ല ബന്ധം ഉണ്ടാവുക തന്നെയാണ് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം നന്നാക്കുക. പക്ഷേ ചില കാര്യങ്ങളിൽ കേന്ദ്ര നിലപാടുകളെ ശക്തമായി വിമർശിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണത് സാധ്യമാകുക എന്ന ചോദ്യം കൂടി ഉണ്ടല്ലോ. നിങ്ങൾ തന്നെ വിമർശിച്ച ചില കാര്യങ്ങൾ, PM ശ്രീ പോലുള്ള വിഷയങ്ങൾ, അതിലൊക്കെ ഒരു ആലോചന ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ മുൻപെടുത്ത ഒരു നിലപാടും കേരളത്തിന് ദോഷമാകുന്ന ഒരു നിലപാടും ആ നിലപാടിൽ നിന്ന് ഞങ്ങൾ പിന്നോക്കം പോവില്ല. ഞങ്ങളും ഗവർണറുമായി നല്ല ബന്ധം ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം അത് കേരളത്തിൻ്റെ പൊതുവായ വികസനത്തിനും പുരോഗതിക്കും സർക്കാരിനെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അത് സഹായകരമാണ്. അല്ലാതെ ഏറ്റുമുട്ടൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ കേരളത്തിൻ്റെ താല്പര്യത്തിന് എതിരായ തീരുമാനങ്ങൾ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് പറയേണ്ടി വരത്തില്ലേ? അതേ ഇന്ന് ഞങ്ങൾ നല്ല നിലയിലാണ് സ്വീകരിച്ചത്. നല്ല പിന്തുണയാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തത്. നമുക്ക് നോക്കാം, ഇപ്പോഴേ അത് പറയേണ്ട കാര്യമില്ലല്ലോ. തീർച്ചയായും. വളരെ നന്ദി ശ്രീ PC വിശ്വനാഥ്. എല്ലാ ആശംസകളും, നന്നായി ഭരിക്കാനാകട്ടെ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.